കാറ്റത്തെ കിളിക്കൂട്ടിലെ പുത്തൻ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നിധിയും സുധീഷും കൂടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയേക്കാണ്. അപ്പോൾ പോലീസ് പറയാണ്, എസ് ഐ പറയാണ്, നിങ്ങളാണെങ്കിൽ അവരെ മുന്നേ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്തായാലും ഇറങ്ങിപ്പോയതല്ലേ, അല്ലെങ്കിൽ അവർക്കത് നാളെ ഒരു വിഷമമായിരിക്കും എന്നൊക്കെ പറയുകയാണ്. നിങ്ങളെങ്ങാനും ഉപദ്രവിക്കാൻ അവർ ഇന്നലെ എങ്ങാനും വന്നോ എന്ന് ചോദിക്കുകയാണ്. ഇന്നലെ വന്നായിരുന്നു. അപ്പം നീ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ എന്തായിരുന്നു? അതിൻ്റെ ആവശ്യമില്ല. അവരവരുടെ ന്യായത്തിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്ന് ഞങ്ങളും ഞങ്ങളുടെ സൈഡിൽ നിന്നുമ്പോൾ ഞങ്ങൾക്കും ന്യായമുണ്ടെന്ന് സുധീഷ് പറയുകയാണ്. നീ എന്തുവാടേ എന്നൊക്കെ അവിടെ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്. എസ് ഐ പറയണം, ഞാൻ ഇപ്പം വിളിപ്പിച്ചത് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് തരാനാ എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കണം. നിധിയാണെങ്കിൽ അത് വായിച്ചിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇങ്ങനെ സുധീഷിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കൈ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതാണ് നിങ്ങളെ വിളിച്ച് തന്നതെന്ന് എസ് ഐ പറയുകയാണ്. അപ്പം നിധിയാണെങ്കിൽ സങ്കടം വരുന്നുണ്ട് നിധിക്ക്. നിധി ഇടയ്ക്കിടയ്ക്ക് സുധീഷിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ ശരി സാറെന്നും പറഞ്ഞ് ഇറങ്ങി നേരെ വന്ന് ഒന്നും മിണ്ടാതെ അന്ന് ജീപ്പിൽ കയറുകയാണ്. അപ്പോൾ സുധീഷ് മനസ്സ് വിചാരിക്കും, ഇന്നത്തോടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി, കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യും എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ നേരെ വന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. അപ്പം കുറച്ച് ദൂരോട്ട് ചെന്നപ്പോഴത്തേക്ക് നിധി പറയാണ്, അവിടെ വണ്ടി ഒന്ന് ഒതുക്കിയേ എന്ന് പറയാണ്. അപ്പം സുധീഷ് വണ്ടി ഒതുക്കുകയാണ്. പെട്ട് എന്ന് പറയാണ്. അപ്പം അങ്ങനെ നിധി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ കയ്യിരുന്ന സർട്ടിഫിക്കറ്റ് സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എങ്ങനെ നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്തു? അത് ശരിയായ കല്യാണം അല്ലായിരുന്നല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയത്തില്ല നിധി. നിങ്ങൾക്കറിയാത്ത എന്താ? എനിക്കറിയത്തില്ല, നിങ്ങളും കൂടെ അറിഞ്ഞു വെച്ചല്ലേ ഇത് ചെയ്തതെന്നും പറഞ്ഞ് നിധി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മാത്രം പറയല്ലേ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. നിധി എന്നെ വിശ്വസിക്കാതിരിക്കരുത്. എനിക്ക് നിങ്ങളുടെ ചതി എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇത്രയൊരു ചതിയനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അന്ന് നിങ്ങളുടെ കൂടെ ഞാൻ വന്നതും അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് രക്ഷപ്പെടണമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അന്ന് നിങ്ങളുടെ കൂടെ വന്നതെന്ന് നിധി പറയുകയാണ് സങ്കടപ്പെട്ടുകൊണ്ട്. നിങ്ങളെന്നെ ഇങ്ങനെ ട്രാപ്പ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് നിധി പറയുകയാണ്. ഞാൻ നിങ്ങളെ അവിശ്വസിച്ചതുമില്ല എന്ന് പറയാണ്. നിങ്ങളിത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ ട്രാപ്പ് ചെയ്തേക്കുന്നതെന്നും പറഞ്ഞ് നിധി ചൂടാവുകയാണ്. നിധി അങ്ങനെ പറയില്ല, ഞാൻ ഒരിക്കലും അറിഞ്ഞു വെച്ചുകൊണ്ട് അല്ല ഇത് ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടം അഭിനയിക്കുകയാണ് സുധീഷ്. ഞാനിതൊന്നും അറിഞ്ഞില്ല എന്നും ചവെന്നും പറഞ്ഞുകൊണ്ട് പോയി ജീപ്പിനകത്ത് കയറി കമന്ന് അപ്പം പാവം നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അഭിനയൊക്കെ കാണുമ്പോൾ വിചാരിക്കും സുധീഷ് പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ച് നിധി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതുപോലെയാണ് സുധീഷ് പറഞ്ഞത്, ഞാനൊന്നും അറിഞ്ഞില്ല. അങ്ങനെ നിധി കുറേ നേരം ഇന്ന് ചിന്തിച്ചിട്ട് വന്ന് ജീപ്പിൽ കയറിയിട്ട് പറയുന്നു, പോകാം. സുധീഷിന് അന്നേരം ഒരു ആശ്വാസമാവുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും കൂടെ അറിഞ്ഞിട്ടല്ല ഈ സംഭവം നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്നെയെങ്കിലും ഇത് മാറ്റി ഞാൻ നിങ്ങളും കൂടെ അറിഞ്ഞോട്ടെ എന്നെ ഈ ചതിച്ചത് ഞാൻ അന്നാണ് എന്ന് നിധി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷിന് ഒരു ആശ്വാസമാകുന്നുണ്ട്, അതുപോലെ ഒരു ഞെട്ടലും വരുന്നുണ്ട്. ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ എല്ലാവരും റിസപ്ഷൻ ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ്. അവിടെ എല്ലാ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. ചെറുക്കനും പെണ്ണും മാത്രം ഇതുവരെ വന്നില്ല. വരുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, സുധീഷും പെണ്ണുമൊക്കെ എന്തിയെ? അവർ വന്നുകൊണ്ടിരിക്കുക, ഇപ്പം വരും എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അങ്ങനെ നല്ല ഗംഭീരമായിട്ട് റിസപ്ഷൻ നടക്കുകയാണ്. ലൈറ്റൊക്കെ അറേഞ്ച്മെൻറ്റും അതേപോലെ ആൾക്കാർ വരികയും നല്ലോണം വീടൊക്കെ ഡെക്കറേഷൻ ചെയ്ത് നല്ല രീതിയിൽ അവർ റിസപ്ഷൻ ആഘോഷിക്കാൻ വേണ്ടി തന്നെ തയ്യാറെടുക്കുന്നത്. ഈ സമയത്താണ് ഭാസ്കരനകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. രൂപേഷ് കാണുമ്പോൾ ഞെട്ടിപ്പോവാണ്. ഭയങ്കര സ്റ്റൈലിൽ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് വരുന്നത്. വന്നിട്ട് നാട്ടുകാരെ എല്ലാം വിളിച്ച് ഇരുത്തിയാണ്. എന്നിട്ട് എല്ലായിടത്തും പറയണം, ഇന്നെൻ്റെ മോൻ്റെ റിസപ്ഷനാണ്, മകനും ഭാര്യയും വരും. എൻ്റെ മരുമകൾ ഇവിടുന്ന് ഓടിപ്പോയെന്നല്ലേ എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ മോൻ്റെയും മരുമകളുടെയും റിസപ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമാണ് ഭാസ്കരൻ. ആൾക്കാരെല്ലാം ഒത്തിരി പേര് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ സുധീഷും നിധിയും കൂടെ വരികയാണ്. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. നിധിക്കാണെങ്കിൽ ഇപ്പോൾ സുധീഷിനോട് നല്ല ദേഷ്യം പോലെ വരുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് നേരം സംസാരിച്ച് അതുപോലും ഇല്ലാതിരിക്കുകയാണ്. സുധീഷാണെങ്കിൽ അതുപോലെ ഭയന്നിരിക്കുകയാണ്. നിധിയുടെ റിയാക്ഷൻ, സുധീഷും കൂടെ അറിഞ്ഞുകൊണ്ടല്ലോ ഈ കല്യാണം നടത്തിയത്, അതിൻ്റെ ഒരു ഭയമുണ്ട്. അതങ്ങാണ് നിധി അറിഞ്ഞാൽ നിധി തന്നെ ശരിയാക്കുമെന്ന് സുധീഷിന് നന്നായിട്ട് ബോധ്യമുണ്ട്. അപ്പോഴാണ് സുഭാഷ് ഏട്ടൻ വിളിക്കുന്നത്. സുഭാഷ് ഏട്ടൻ്റെ കോള് കണ്ട് സുധീഷ് എടുക്കുന്നുണ്ട്. എവിടെയാണ്? കാണുന്നില്ലല്ലോ. ഇതാ വരുന്നത് സുഭാഷ് ഏട്ടാ. എത്താറായി, കുറച്ച് ദൂരവും കൂടെ ഉള്ളെന്ന് സുഭാഷ് പറയുകയാണ്. പെട്ടെന്ന് തന്നെ വരണം കേട്ടോ എന്ന് പറയണം. ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. അപ്പം സുഭാഷാണെങ്കിൽ രൂപേഷിനും ഹരീഷിൻ്റെ അടുത്തും പറയാണ്, വരുന്നുണ്ട്, എത്താറായെന്നാണ് അവൻ പറഞ്ഞത്, ഇപ്പോൾ ഉടനെ എത്തുമെന്നാണ് പറഞ്ഞത്.
ഇപ്പോഴൊരു ആശ്വാസമായെന്ന് ഹരീഷ് പറയുകയാണ്. കാരണം ആൾക്കാരെല്ലാം വിളിച്ചിട്ട് ഇനിയും നമ്മൾ നാണം കെടേണ്ട വരുമെന്ന് ഒരു പേടി വന്ന്. ഇത്രയും നേരമായിട്ട് അവരെ കണ്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു പേടി വന്ന്. ഏയ് അങ്ങനൊന്നും ഉണ്ടാവത്തില്ലടാ എന്ന് നമ്മുടെ സുഭാഷ് പറയാണ്. ഒരുപേഷ് പറയണ അങ്ങനല്ല ചേട്ടാ, ഹരീഷ് ചേട്ടൻ പറഞ്ഞതിനൊരു സാധ്യതയുണ്ട്. സുധീഷ് ചേട്ടനും ചേട്ടത്തിയും കൂടെ വരാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടത്തില്ലേ. അമ്മായിയും വല്യേച്ചനും കൂടെ പിന്നെ നമ്മളെ വെറുതെ വിടുവോ? എല്ലാവരും മുന്നിൽ നാണം കെടുത്തി നമ്മൾ ശരിയാക്കും എന്ന് പറയുകയാണ്. ഇല്ലടാ, അവൻ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെ അവരിതൊന്നും പ്രതീക്ഷിച്ചായിരിക്കത്തില്ല വരുന്നത്. നമ്മൾ സർപ്രൈസ് കൊടുക്കാതിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇതൊന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല. നമ്മളിവിടെ ഡ്രസ്സ് നല്ല സെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ് സുഭാഷ്. എല്ലാം ഓക്കെ ആണെന്ന് രൂപേഷ് പറയാണ്. അവർ വന്നാൽ മതി, അപ്പോഴേ പരിപാടി ആരംഭിക്കാം എന്ന് രൂപേഷ് പറയുന്നുണ്ട്. അപ്പോൾ രൂപേഷ് ചോദിക്കുകയാണ്, സുനന്ദേച്ചിയെ കണ്ടോ സുഭാഷ് ചേട്ടാ? ആ കണ്ടില്ല, അവൾ പറ്റുമെങ്കിൽ വരാമെന്നാണ് പറഞ്ഞതെന്ന് സുഭാഷ് പറയുകയാണ്. അപ്പോൾ ഹരീഷ് പറയണേ, എന്തായാലും സുനന്ദ വരാതൊന്നും ഇരിക്കത്തില്ല, എങ്ങനെയെങ്കിലും അമ്മായിയെ പറ്റിച്ചായാലും വരും എന്ന് പറയുകയാണ്. അപ്പം സുഭാഷാണിങ്ങനെ ഒരു വിഷമിച്ചൊരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അവരെല്ലാം വീണ്ടും വരുന്നവരെല്ലാം സ്വീകരിച്ചിരുത്തിയാണ്.